നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കുന്നു. Let us turn our attentions to Ephesians chapter 6 verse 10. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി. Finally, my brethren, be strong in the Lord and in the power of his might. ഈ 2 ദിവസമായിട്ട് നമ്മൾ ഇതേ വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. For the past 2 days we've been speaking about this topic. കർത്താവിനെ അറിയുക, കർത്താവിന്റെ ശക്തിയെ തിരിച്ചറിയുക. Know the Lord and distinguish the power of the Lord. യേശുവിന്റെ രക്തം. ഞാൻ ഈ 3 സെക്ഷനിലും സംസാരിച്ച വിഷയം കർത്താവിന്റെ ശക്തിയെ പറ്റിയാണ്. These 3 sections I've been speaking about the power of the Lord. ഇന്നലെ നമ്മൾ രാത്രി പറഞ്ഞു, ഒന്നുകൂടൊന്ന് ബെറ്ററായി യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിടുതലാണ്. If we get to know Jesus a little more, we have a more healing. ഈ രാത്രിയിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നു, ഒന്നുകൂടെ എൻ്റെ കർത്താവിനെ ഒന്നുകൂടൊന്ന് അറിയണം. Let me know the Lord more. That should be our prayer tonight. പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് നമ്മുടെ മേലൊന്ന് വ്യാപരിക്കണം. And when Pastor Aimbergis prays, he says that let the spirit of knowledge and truth be upon our നമ്മുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ജ്ഞാനം ഒന്ന് വെളിപ്പെടട്ടെ. Let the knowledge, the spirit of wisdom be upon our generation. വെളിപ്പാടൊന്ന് വരട്ടെ. Let the spirit of revelation be upon our generation. ആരാണെന്നുള്ളൊരു വെളിപ്പാട്. A revelation of who he is. യേശു ആരാണെന്നൊരു വെളിപ്പാട്. A revelation of who Jesus is. ഇന്ന് രാത്രിയിൽ ഇത് ഇവിടെ വ്യാപരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. And I believe that is moving tonight among us. ആര് ദൈവത്തെ അറിഞ്ഞോ അവിടെ എല്ലാ അത്ഭുതങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. Those who know the Lord, their miracles shall be done. ഈ രാത്രിയിലും ആ അത്ഭുതം ഇവിടെ നടക്കാൻ പോകുകയാണ്. And tonight there will be miracles done. അപ്പോസ്തലനായ പൗലോസ് പുസ്തകത്തിൽ മുഴുവൻ എഴുതുമ്പോഴും പറയുന്നത് യേശുവിന്റെ ശക്തിയെ പറ്റിയാണ്. And when Apostle Paul writes the epistles, he writes about the power of the Lord. ഓരോ ലേഖനം എഴുതുമ്പോഴും തന്റെ ആഗ്രഹം ജനത്തിന് ഇച്ചിരൂടെ ഈ ദൈവത്തെ പറ്റി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. And as he writes each epistle, his desire is for the people to know the power of the Lord a little more. യേശുവിന്റെ നാമത്തിൽ ആദ്യത്തെ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ വരവിനെ പറ്റിയും യേശുവിൻ്റെ മരണത്തെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു വരുമ്പോൾ ലേഖനത്തിലൂടെയാണ് സഭയെ ദൈവം ഉപദേശത്തിൽ പിടിച്ചു നിർത്തുന്നത്. And even in the Gospels, though it talks about the history of Jesus, the coming and the going of Jesus, in the epistles it talks about power. 2 മീനയും കൊണ്ട് യേശു ഒത്തിരി പേരെ പോഷിപ്പിച്ചു, വരുന്ന രോഗികളെ മുഴുവൻ സൗഖ്യമാക്കി. And in the Gospels it talks about who Jesus healed, and he healed the sick. ആരൊക്കെ അടുത്ത് വന്നാലും അവർക്കെല്ലാം വിടുതൽ കൊടുത്തു. And whoever came up to him was healed. ലേഖനത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുവാണ്, വിടുതൽ ഇച്ചിരി താമസിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ട്. And in the epistles it teaches that if you have that blessing amongst you, you can go നിന്റെ forward. ശരീരത്തിൽ രോഗമാണെങ്കിലും നിന്റെ ഷാഡോ കൊണ്ട് ആയിരങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു അനോയിന്റിങ് നിന്റെ മേലുണ്ട്. And even if you are walking with an infirmity, you have that power amongst you to heal. എത്ര പേര് അത് രാത്രി വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? എനിക്ക് രോഗമാണ്, എനിക്ക് പ്രശ്നമാണ്, പക്ഷെ ഞാൻ കയറി നിൽക്കുമ്പോൾ ആയിരങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഈ രാത്രിയിലും എൻ്റെ മേൽ വ്യാപരിക്കും. And even if I have an infirmity, how many of you believe that I have the power within me to heal thousands? യേശുവിന്റെ രക്തം ജയം. ശരീരത്തിൽ വിട്ടുമാറാത്ത വിഷയങ്ങളുണ്ട്, ശരീരത്തിനകത്ത് ഒത്തിരി പ്രതിസന്ധിയുണ്ട്, കുഴപ്പമില്ല. പക്ഷേ റുമാല് വീണാൽ, നിന്റെ റുമാല് വീണാൽ ചിലര് സൗഖ്യം വരും. And if there's a sign that falls amongst you, then you will have that healing power. ഈ രാത്രിയിൽ അങ്ങനെ ഒരു ദൈവത്തിന്റെ വെളിപ്പാട് ഇവിടെ ചലിക്കാൻ പോകുകയാണ്. And let that revelation be amongst the people tonight. 1-ാം അധ്യായം 17-ാം വാക്യം വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. And chapter 1 verse 17. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള And in him we have obtained an inheritance. പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം. Being that the Lord God of our Lord Jesus Christ, the Father of glory, may give you the spirit of wisdom and revelation in the knowledge of him. എത്ര പേര് ഇത് മനസ്സിലാക്കുന്നുണ്ട്? How many of you understand? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ജ്ഞാനം ഇന്ന് പകൽ ചിലരുടെ മേൽ വീഴാൻ പോവാ. There's going to be a wisdom falling upon some people tonight. വെളിപ്പാട് കർത്താവിനെ പറ്റി വീഴാൻ പോവാ. There's going to be revelation falling upon the people tonight. സ്തോത്രം. ഞാൻ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ, ഇവിടെ അല്ല, വേറൊരു സഭയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു,
ഭയം ഒരു സാധാരണ വിഷയമാണ്. And while I was amongst another church, someone said that fear is a common inheritance. മനുഷ്യനാണോ ഭയപ്പെടാം, All people have fear. മനുഷ്യനാണോ നിരാശപ്പെടാം, People can have a distress. മനുഷ്യനാണോ ഡൗൺ ആകാം. People are the ones that are down. പക്ഷേ കർത്താവിന്റെ വെളിപ്പാട് ഒരുവന്റെ മേൽ കയറിയാൽ, But if the revelation of the Lord falls upon someone, ഏത് സാഹചര്യത്തിൽ നിന്ന് നിനക്ക് ഉയർക്കാൻ പറ്റും. in any situation you can be lifted up. യേശുവിന്റെ രക്തം, Amen. Blood of Jesus. എൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നു എനിക്ക്. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ, 14-ാം അധ്യായം. Let's take Matthew chapter 14. 28-ാം വാക്യം മുതലൊന്ന് വായിച്ചേ. Verse 28 onwards. അതിൻ്റെ ഒരു വാക്യങ്ങൾ പുറകോട്ടുകൂടെ ഒന്ന് എടുത്ത് വായിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിയേ. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യജനം. This is the group of people that walk with Jesus, the disciples that walk with Jesus for 3.5 years. സ്തോത്രം. കുറച്ച് നാൾ ഒരാളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവരുടെ ശബ്ദം വിദൂരതയെന്ന് തിരിച്ചറിയും. If you walk with a certain person for a while, you can recognize their voice from afar. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസൺ പാസ്റ്റർ ഇവിടം വിട്ട് ചെറു ദൂരെ അങ്ങ് പോയെന്ന് വിചാരിക്കുക. Let's say, for example, Godson Pastor moves a little afar. ഷാഗ് പാർക്കിൽ തൻ്റെ വീട്ടിൽ പറയാതെ വെളുപ്പിനെ 2 മണിക്ക് വന്ന് കൊട്ടിയാൽ, അല്ലെങ്കിൽ വൈഫിനെ വിളിച്ചു കഴിഞ്ഞാൽ വൈഫ് ആ ശബ്ദം റിയലൈസ് ചെയ്യും. Even if he comes back home at 2 a.m. and he calls his wife will recognize his voice. പറഞ്ഞില്ലെങ്കിലും റിയലൈസ് ചെയ്യും. Even if she doesn't know, she will recognize. എന്ന് പറഞ്ഞാൽ ഷാഡോ കണ്ടാലും തിരിച്ചറിയും. And if you have a curse over you, you will know it. ഷാഡോ കണ്ടാലും തിരിച്ചറിയും. If you have a shadow over you, you will recognize കാരണം it. അടുത്തറിയുന്നതനുസരിച്ച് നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റും. Because you can recognize someone by their appearance next to you. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, Are you a distinguishing? നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് യേശു വെളിപ്പെട്ടില്ലെങ്കിലും, Even if God doesn't go above your നീ expectations, ചിന്തിക്കുന്നത് ഇന്ന ഏരിയയിൽ വെളിപ്പെടുവെന്ന, it will be revealed in a certain. ഇന്ന ടൈമിൽ വെളിപ്പെടുവെന്ന. It will be revealed in a certain time. 1-ാം യാമത്തിൽ നീ നിലവിളിക്കുമ്പോൾ, In the early in the morning, first 2-ാം call. യാമത്തിൽ നീ നിലവിളിക്കുമ്പോൾ, The second hour that you call, 3-ാം യാമത്തിൽ നീ and the നിലവിളിക്കുമ്പോൾ, third hour that you call, അവിടെ എല്ലാം നിനക്കൊരു പ്രതീക്ഷയുണ്ട്. there's always an expectation for you. വിളിക്കുന്നവൻ ഇറങ്ങി വരും. The one that is you are calling will come down. 3-ാം യാമം കഴിഞ്ഞാൽ After the third hour, നിന്റെ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുമ്പോൾ, as all your expectations ഈ രാത്രി decrease, ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, as you have to distinguish in the Holy Spirit, ചിലരുടെ വീടിനകത്ത് യേശു പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. that in some people's house that the Jesus is going to appear. എത്ര പേര് ഇന്ന് രാത്രി അത് How many വിശ്വസിക്കുന്നുണ്ട്? of you believe that ഈ tonight? രാത്രി നിന്റെ പ്രതീക്ഷ ഡൗൺ ആകുമ്പോൾ, When your expectations നീ decrease, വിളിച്ചവൻ നിന്റെ വേയിലൂടെ വരാൻ പോകുകയാണ്. the one that you called will come to you. യേശുവിൻ രക്തം ചെയ്യാം. ഇന്ന് നിന്നെ അക്കര വിട്ടത് ദൈവമാണെന്ന് ഉറപ്പുള്ളവർ കരമേർത്ത് ദൈവത്തെ How സ്തുതിക്കാം. many of you believe that Jesus is the one that sent you afar? നിന്റെ കുടുംബത്തെ ഇങ്ങോട്ട് വിട്ടത് ദൈവമാണെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ How സ്തുതിക്കാം. many of you believe that Jesus sent you over here? എത്ര വെള്ളം നിന്റെ ബോട്ടിനകത്ത് കയറിയാലും, എത്ര കാറ്റ് നിനക്കെതിരെ വന്നാലും, നിനക്ക് പ്രതീക്ഷയില്ലെങ്കിലോ നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ചിലരുടെ മേൽ ഇറങ്ങുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. And even if
there's a sight that I see of the Jesus entering into your boat, no matter how much water and wind comes against it. യേശുവിന്റെ നാമത്തിൽ ജയ. വെള്ളം നിന്നെ അക്കരെ എത്തിക്കുമെങ്കിൽ ഈ വെള്ളം നിന്റെ ബോട്ടിനകത്ത് കയറുമ്പോൾ ഇത് നിന്നെ മുക്കാൻ ശ്രമിച്ചാലും നിനക്കകത്തൊരു വെളിപ്പാടുണ്ടോ, വിളിച്ചവൻ നടക്കുന്ന രാത്രിയായിരിക്കുമെന്ന്. Even if the water in your boat might cause it to sink, the one that called you will give you the revelation to reach the other shore. നമ്മൾ വിശ്വസിച്ചില്ല എന്ന് വിചാരിച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും നീക്കം വരത്തില്ല. Just because we didn't expect it doesn't mean that the faithfulness of the Lord will deter. നമ്മളെല്ലാം കണ്ടോണ്ട് വിശ്വസിക്കുന്നവരാ. We believe by seeing. പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവരാ ഭാഗ്യവാന്മാർ. Those who believe without seeing are the ones that are ഇന്ന് blessed. രാത്രിയിൽ ഒന്ന് വിശ്വസിക്കാം, നീ നിൽക്കുന്ന മേഖലയിൽ കർത്താവിന്റെ ശക്തി ഇറങ്ങാൻ പോകുക. And that you have to believe tonight that where you're standing, God will bless it. നീ നിൽക്കുന്ന മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ പോകുകയാണ്. And where you're standing and is where God's going to bless ഞാൻ you. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന രാത്രിയാ. Tonight is a night that we have to believe എന്റെ that. ഗോഡ്സൺ പാസ്റ്ററെ, ഭൂതമെന്ന് നിലവിളിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല, മനുഷ്യനായതുകൊണ്ട് പേടി കാരണമായിരിക്കും നിലവിളിച്ചത്. And even if the devil cries out, man might be scared. പക്ഷെ നീ അവനെ റിയലൈസ് ചെയ്തു കഴിഞ്ഞാൽ, But if you recognize it, നീ ആ പ്രതിസന്ധിയിൽ എഴുന്നേക്കുന്ന രാത്രിയായിരിക്കണം. but you will rise up against that obstacle. നീ ആ പ്രതികൂലത്തിൽ എഴുന്നേക്കുന്ന You രാത്രിയായിരിക്കണം. will rise up against that tribulation. 11 പേര് പേടിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ വെളിപ്പാട് കിട്ടിയവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ കൂടെ ഒരു ദൈവം ചലിക്കുന്ന ലോകം കാണാൻ പോകുകയാ. And if you stand up in revelation, tonight's going to be the night the world sees you move. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? യേശു എന്നോട് പറയുകയാണ്, ഈ സഭയോടൊന്ന് പറ, ഭയം ഇന്ന് രാത്രി ഒഴിഞ്ഞു പോകണം. And Jesus is saying that tonight, tell the church that fear needs to ഇന്ന് leave. രാത്രി ചേരോട് ദൈവം പറയാ, ധൈര്യമായിരിക്കുക. And Jesus telling to some, be strong. 14 ദിവസത്തെ ഇരുട്ടായാലും ദൈവം നിന്നെ സൂക്ഷിക്കുന്ന രാത്രിയായിരിക്കും ഇന്ന് രാത്രി. Tonight is the night that God is going to keep you safe. എല്ലാവരും പട്ടിണി കിടക്കുന്ന പോലെ നീ പട്ടിണി കിടക്കുന്ന 21 ദിവസമല്ല, ഒരു നേരം കഴിച്ചില്ലെങ്കിലും അതിന്റെ വിടുതൽ ഈ രാത്രി നീ കൊണ്ടേ പോകത്തുള്ളൂ. This is not going to be a regular fasting prayer like you're hungry like everyone else, even if God will fill you and give you the healing. 11 പേർക്കും ഇല്ലാത്തൊരു റെവലേഷൻ പത്രോസിന്റെ മേൽ വന്നതുപോലെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേൽ പ്രത്യേക റെവലേഷൻ ഈ രാത്രി വ്യാപരിക്കാൻ പോകുകയാ. Just like Peter got the revelation that the other 11 disciples didn't, there's going to be a revelation upon some tonight. ധൈര്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, When he said, be strong, പേടിക്കണ്ട എന്ന് യേശു പറഞ്ഞപ്പോൾ, when Jesus said, do not have fear, പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. Peter said one thing. കർത്താവേ, നീ ആകുന്നുവെങ്കിൽ And Jesus, if it is you, ഞാൻ വെള്ളത്തിന്മേൽ നടക്കാൻ നീ എന്നോട് കൽപ്പിക്കണം. command me to walk ഞാൻ onto the ഇന്ന് water. രാത്രിയിൽ കർത്താവിനോട് ഈ സഭയോട് പറയാൻ പറയുന്നു, And Jesus told me to നീ tell the church. ഭയപ്പെടുന്ന വിഷയങ്ങൾ നിന്നെ കൊണ്ട് നടത്തുന്ന ഒരു രാത്രിയായിരിക്കും ദൈവം. And tonight is a night where the things that you feared, you're going to walk upon it. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളും ദൈവദാസനും ആന്റിയൊക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ തേജസ് ഒരു കാര്യം പറഞ്ഞു. And as we were going back to the house, they just said one thing. ഞങ്ങളുടെ മമ്മിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് വണ്ടി തരാനെന്ന്. My mom is really scared to let me drive the car. അപ്പം ജോൺ പാസ്റ്റർ പറഞ്ഞു, മക്കളായതുകൊണ്ടാ പാസ്റ്ററെ, മക്കളായതുകൊണ്ടാ. And John Pastor said, that's because that's your അപ്പം children. തേജസ് പറയാ, പെങ്ങൾക്ക് പോലും കൊടുത്ത് വിടത്തില്ല, മമ്മിക്ക് അങ്ങ് ഭയമാ. And he said that he won't even give it to the daughter. She's so scared. കോട്സം പാസ്റ്റർ ഇന്നലെ കൂടെ 2 തവണ അനൗൺസ്മെന്റ് ചെയ്തെന്തുവാ? And what did God's pastor announce twice? കൂട്ടമായിട്ടേ പോവുള്ളൂ, Go only as a group. ഇടതും വലതും നോക്കിക്കോണം. Make sure you look left and right before crossing the street. നിങ്ങൾ അനുവാദിച്ചായിരുന്നു നിങ്ങളുടെ കൈ പിടിച്ച് പാസ്റ്റർ അപ്പുറത്ത് എത്തിച്ചേനെ. And if you allowed him to, he would have actually held your hand and crossed the street with you. Amen. അപ്പൻ്റെ ഹൃദയമായുണ്ട്. It's the heart of a father. ഇന്നത്തെ വല്ല അപ്പനോട് നീയാകുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പം പറഞ്ഞേനെ, വരണ്ട, ഞാൻ വേണേ അങ്ങോട്ട് വരാം. And if you would tell the father nowadays, let them come here, no, don't worry, I'll send them over there. Amen. Amen. അയ്യോ മിണ്ടുന്നില്ല. എൻ്റെ പൊന്നാൻറ്റി മക്കൾക്കൊക്കെ വണ്ടി കൊടുത്തു വിട്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞത്, എൻ്റെ ഇടയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. പത്രോസ് പറയുക,
നീയാകുന്നെങ്കിൽ ഞാൻ വരട്ടെ. And Peter said, if it is you, let me come. ഞാനിപ്പം പ്രതിസന്ധിയിലായിരിക്കുന്നേ, I'm in the midst of a tribulation. ഞാനിപ്പോ ഭയത്തിലായിരിക്കുന്നേ, I'm in fear. എന്റെ സിറ്റുവേഷൻ എനിക്ക് തന്നെ അറിയത്തില്ല. I don't even know what situation I'm in. നിൽക്കുന്നട മുങ്ങിക്കൊണ്ടിരിക്കുക. And it's because it is you that I'm standing with. ഞാൻ ഇപ്പം വരെ വിചാരിച്ച നീ ഭൂതമാണെന്നാ. And if it ഇപ്പം വരെ വിചാരിച്ച നീ ഭൂതമാണെന്നാ. I thought you were a ghost until now. പക്ഷെ നിന്റെ സൗണ്ട് ഞാൻ തിരിച്ചറിയുന്നു. But now I know you. I ഇന്നലെ recognize കേട്ട അതേ സൗണ്ട് ഞാൻ തിരിച്ചറിയുന്നു. you. Now I recognize you. നീ എന്നോടൊന്ന് പറ, Just tell me. ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ. I will come to you. ഈ രാത്രി ഞാൻ ചിലരോട് ദൂത് പറയുക. I'm telling you a message today. നിന്റെ പ്രതിസന്ധിക്കകത്തുനിന്ന്, In the midst of your ഈ tribulation. രാത്രി ദൈവം നിന്നോട് പറയാ, come. And Jesus is telling you to come. പ്രതിസന്ധിക്കകത്തുള്ള നീ വാ. Come to me. ഇന്ന് രാത്രി എത്ര പേര് ഇറങ്ങാൻ തയ്യാറാ? How many of you are ready to leave? എത്ര തലമുറകൾ ഇറങ്ങാൻ തയ്യാറാ? How many generations are ready ഈ to leave? രാത്രി ആ വെളിപ്പാട് നിന്റെ അകത്ത് വരട്ടെ. Let the revelation come within you. നിന്റെ പപ്പ നിന്റെ അടുത്ത് വേണ്ട, It doesn't, your father doesn't നിന്റെ have to അമ്മ be, നിന്റെ അടുത്ത് വേണ്ട. your mother doesn't have to be ഒരു within you. ദൈവം നിന്റെ മുമ്പിൽ നിൽക്കാൻ പോവാ. But God is in front of you. യേശുവിന്റെ നാമത്തിൽ Jesus. ഈ രാത്രി ഞാൻ ആത്മാവിൽ ഈ ചർച്ചിനകത്ത് നോക്കുമ്പോൾ, And I tell you with the നീ Spirit, നോക്കുന്ന ഇളകുന്ന ഇടത്ത്, wherever you step forward to, നീ നോക്കുന്ന സാധ്യതയില്ലാത്ത ഇടത്ത്, even if you don't see an ഈ opportunity, രാത്രി വെളിപ്പാടുള്ള കർത്താവ് കയറി നിൽക്കാൻ പോവാ. but the Jesus of revelation is within you. എത്ര പേര് ഇന്ന് രാത്രി സ്വത്രം പറയാൻ തയ്യാറാ? How many of you are ready to leave? കർത്താവെ, ഞാൻ റിയലൈസ് ചെയ്തു, Jesus, I recognize ഞാൻ you. തിരിച്ചറിഞ്ഞു, I recognize you. ഞാൻ ഇറങ്ങാൻ പോകുകയാ. I'm ready to leave. ഈ രാത്രി ഇറങ്ങുന്ന നിന്നോട് ഞാൻ ദൂത് പറയാ. And those who are departing, I'm telling you ആരും right നിന്റെ now, കൂടെ ഇല്ലെങ്കിലും even if no one's with you, നിന്റെ തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. God will not let your head bow down. നിന്റെ തല ഡൗൺ ആകാൻ ദൈവം God അനുവദിക്കത്തില്ല. will not let your head bow down. കരങ്ങൾ അടിച്ചൽപ്പ സമയങ്ങൾ ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Amen. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ഒരു റെവലേഷൻ ഈ രാത്രി ഒരു അഭിഷേകം ചലിക്കുന്നു കേട്ടോ, ഒരു ദൈവപ്രവൃത്തി ചലിക്കുന്നു കേട്ടോ. ഇന്ന് വരെ നടക്കാത്ത ഒരു ദൈവത്തിന്റെ പ്രസൻസ് ഈ രാത്രി ഇറങ്ങട്ടെ. Amen. യേശുവിന്റെ നാമത്തിൽ ജയം. Victory in the name of Jesus. ഇത്രക്ക് സന്തോഷമുണ്ട്. ഇന്ന് എത്ര പേര് ഇറങ്ങാൻ തയ്യാറാ? How many of you ready to depart? Amen. Hallelujah. പാസ്റ്ററെ, ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല. When they depart, there's no problem. സ്വതന്ത്രം. Amen. രണ്ടു മൂന്ന് സ്റ്റെപ്പ് എടുക്കുമ്പോഴും കുഴപ്പമില്ല. There's no problem with the first few steps. പക്ഷെ നിനക്ക് എന്ത് ഭവിക്കുമെന്നറിയാൻ ചുറ്റിൽ ആൾക്കാരാ. But then if you know what's going to happen to you, they start fearing. Amen. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ചിലരോട് ഞാൻ കാണുക, And as I'm seeing you tonight, I'm telling നിന്നെ you, നോക്കി നിൽക്കുക നിന്റെ സ്റ്റെപ്സ്. God will watch your steps. ശുഭൻ രക്തം ചെയ്യാം. Amen. പക്ഷെ അകത്ത് ശബ്ദം കേട്ട നീ പതറല്ല. But if you hear that sound within you, don't say. നീ പുറകോട്ട് നോക്കല്ലേ. Do not look behind you. നീ ഇടത്തോട്ട് നോക്കല്ലേ. Do not look to the left. നീ വലത്തോട്ട് Do നോക്കല്ലേ. not look to the right. നിന്റെ ജോലി അതൊന്നുമല്ല. That is not your job. നിന്റെ ജോലി ഫോക്കസ് ഓൺ ജീസസ്. And your job is to focus on Jesus. കർത്താവിനോട് ഒരു വെളിപ്പാട് കാണിക്കുന്നു. And Jesus is showing revelation to me right now. നീ പ്രാർത്ഥിക്കുന്ന വിഷയം എന്തുവാ? What are you praying for? പുറത്തു വരണം അല്ലേ? It has to come out, right? നീ പ്രാർത്ഥിക്കുന്ന വിഷയം എന്തുവാ? What is your prayer? ദൂതൻ ഇറങ്ങണം അല്ലേ? That the angels should come നീ down. ഇപ്പൊ ഇവിടെ നിന്ന് ജാഗരിക്കുന്ന വിഷയം എന്താ? What you're meditating on? ജയിലിന്റെ വാതിൽ പൊട്ടണം അല്ലേ? That's to break the bonds of the jail. നീ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. And the prayer, the request, God is നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം വിദൂരതയിൽ ദൈവം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. God is dealing with it from afar. നിനക്കത് കാണാൻ കഴിയാത്തത് കൊണ്ട്, But because you can't see it, നിനക്കത് കാണാൻ കഴിയാത്തത് കൊണ്ട് but because you can't see that, ദൈവത്തിന്റെ വെളിപ്പാടിനെ നീ മറക്കരുത്. do not be blind to the revelation of ഈ Jesus. രാത്രി ദൈവം എന്നോട് പ്രവചിക്കാൻ പറയുന്നു.
Jesus is telling me to prophesy ചിലര് tonight. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ വിദൂരത ദൈവത്തിന്റെ കരം ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുക. And there is Jesus working afar on the prayers that you have. യേശുവിന്റെ രക്തം ജയ, യേശുവിന്റെ രക്തം ജയ. ഉപവാസത്തിന്റെ രണ്ടാം രാത്രി ഒന്ന് ബെറ്ററായി യേശുവിനെ അറിയാൻ ഈ രാത്രി ചിലതിന്റെ മേൽ വീഴട്ടെ. Let us know Jesus better tonight. Amen. സ്തോത്രം, Hallelujah. സ്തോത്രം, Amen. സ്തോത്രം. വർഷം മാസ്റ്ററെ, എന്നെ ഒരാൾ പ്രാർത്ഥിക്കാൻ വിളിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ആങ്ങളെ അത് രണ്ടുപേരുവാ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അത് നടക്കാൻ പോവാ. And a husband and wife called me to pray, and I told them that, you know, whatever is you're praying for, that's going to happen. എന്നോട് പറയാം, പാസ്റ്റർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞിട്ടാണ് ഈ വെച്ച് കാച്ചുന്നത്. And pastor, and they're telling him, Pastor, do you know the seriousness of this? Is that, do you know before telling us? വിളിക്കുന്നവർ തന്നെ വെച്ചേക്കും ഇത് നടക്കത്തില്ല. And the ones that called us, they're telling us that it won't എൻ്റെ happen. ചോദ്യം, എന്തിനാ പിന്നെ വിളിച്ചത്? Then why did I call you? എനിക്ക് സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടല്ലേ ഞാൻ ഈ വെച്ച് കാച്ചുന്നത്. It's because I don't know the seriousness. That's why I'm telling you. എനിക്കറിയാവുന്ന ഒരു ശബ്ദത്തെ ഇല്ലേ ഉള്ളൂ. I only know a voice. നിന്റെ വിഷയം എത്ര സീരിയസ് ആയാലും വിഷയമല്ല. It doesn't matter how serious your issue വെളിപ്പാട് നമ്മൾ ആത്മാവിൽ കാണുക. is. It's because I see it. നീ in the കാണാത്തത് revelation. കൊണ്ട് വിഷയം അഴിയാതിരിക്കുന്നില്ല. Just because you don't see it doesn't mean the problem is going to be still there. മൈലുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ ഡീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. Because God is dealing with it right now. ഗോഡ്സം പാസ്റ്റർ, രണ്ടാമത്തെ രാത്രി സഭയുടെ പ്രാർത്ഥനയ്ക്ക് മൈലുകൾക്കപ്പുറത്ത് ചിലത്തെ അഴിച്ചുകൊണ്ടിരിക്കാൻ പോവാ. And there, on the second night, God is dealing with things miles off. ഉപവാസത്തിന്റെ രണ്ടാം രാത്രി രഹബോത്ത് ചർച്ചിനോട് ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാ, നീ പ്രാർത്ഥിക്കുന്ന വിഷയം നിന്റെ ഡോറിന്റെ വെളിയിൽ വരാൻ പോവുകയാ. And I am telling you tonight that the things that you're praying for, the answer will be at your doorstep. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? Hallelujah. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? Hallelujah. ഈ How many രാത്രി ആ believe that? വെളിപ്പാട് കണ്ട് പ്രാർത്ഥനയിൽ വീണ്ടും കയറാ. See that revelation and ഈ enter into രാത്രി ആ prayer. വെളിപ്പാട് കണ്ട് കയറാ. Enter into prayer, see that revelation. ചില വിഷയങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാ. Certain problems are going to be released. ചിലയിടത്ത് ദൂതൻ ഇറങ്ങാൻ പോകുകയാ. The angel is going to come down. 1, 2, 3 വാതിൽ തുറക്കാൻ പോകുകയാ. 1, 2, 3, the doors are going to open. ഈ രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. And I see in spirit രഹബോത്ത് ചർച്ച് ഇന്ന് വരെ കാണാത്ത വലിയ വഴികൾ ഇനി നിങ്ങൾ കാണാൻ പോകുകയാ. that the ways that you've never seen before this church is going to see. പോരാ അല്പസമയങ്ങൾ കരങ്ങൾ അടിച്ച് ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ജയം. Hallelujah. കൊട്ടുകേട്ട് പെങ്കൊച്ചോടിച്ചു. And when she heard the knocking, the daughter ran. ശബ്ദം കേട്ടപ്പോൾ കൊച്ചിന് മനസ്സിലായി, When she heard the sound, she knew പ്രാർത്ഥിച്ച വിഷയം ദേണ്ട് ഡോറെ കിടക്കുന്നു. that the answer to the prayers at the കതക് door. തുറക്കാതെ കൊച്ചോടി അകത്തോട്ട്. And without even opening the door, she ran inside. പ്രാർത്ഥിക്കുന്ന അച്ചായന്മാർ അപ്പോസ്തലന്മാർ പറയുകയാ, And the praying apostles are saying, നിനക്ക് ഭ്രാന്താന്നാ തോന്നുന്നേ, are you crazy? നിനക്ക് വട്ടാന്നാ തോന്നുന്നത്. I think you have a little trouble. പ്രാർത്ഥിക്കുന്ന നിനക്കൊരു വെളിപ്പാട് വേണം. But the ones that pray നീ need a ആരോടാ revelation. പ്രാർത്ഥിക്കുന്നത്? You're praying up to him. നീ ചത്ത ഒരു വ്യക്തിയോടല്ല പ്രാർത്ഥിക്കുന്നത്. You're not praying to a dead person. കല്ലറകളെ ഭേദിച്ച ഒരു അപ്പനോടാ നീ You're പ്രാർത്ഥിക്കുന്നത്. praying to a father who broke open the tomb. നിനക്ക് കഴിവില്ല, You don't have the ability. നിനക്ക് വലിയ കാര്യമില്ല, You don't have a പക്ഷെ great deal. പ്രാർത്ഥിക്കുന്നവന് കാര്യമറിയാം. But the one who's praying knows ഇന്ന് the രാത്രി reason. വെളിപ്പാടി കയറി പ്രാർത്ഥിക്കാൻ ആത്മാവ് പറയുന്നു. And the Spirit is saying to pray in ജ്ഞാനത്തിൽ revelation. കയറി പ്രാർത്ഥിക്കാൻ ആത്മാവ് Pray in പറയുന്നു. wisdom. എത്ര പേര് ഇന്ന് രാത്രി ഉറപ്പോടെ പറയുന്നുണ്ട്, അപ്പാ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ? How many of you can say in certainty that Father, ചിലതിനെ I'm നോക്കി pray? കൽപ്പിക്കാൻ ഇന്ന് രാത്രി എത്ര പേര് How many റെഡിയാണ്? of you are going to declare victory? ചിലതിനെ നോക്കി ഇന്ന് രാത്രി പറ, തുറക്കാൻ വേണ്ടി പറ. How many of you are going to say and command it to കർത്താവ് open? എന്നോട് പറയുന്നു, ഈ സഭയെ നോക്കി പറയാൻ പറയുന്നു.
And God is telling me to look at the church and say, 2019 നടക്കാത്ത മേജർ ഷിഫ്റ്റ് 2024 6 മാസം മുതൽ തുടങ്ങാൻ പോകുകയാ. and the things that could not happen in 2019 in the 6 months of കഴിഞ്ഞ 2024 5 will വർഷം happen. നടക്കാത്ത എന്തോ വലിയ കാര്യങ്ങൾ അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുകയാ. The things that did not happen for the past 5 years will happen in this next month. ഇതൊരു പ്രവചനമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട. 5 വർഷം നടക്കാത്ത മേജർ ഷിഫ്റ്റുകൾ ഈ രാത്രി രഹബോത്തിന്റെ മേൽ നടക്കാൻ പോകുക, ചില കുടുംബത്തിന് മേൽ നടക്കാൻ പോകുക, തലമുറയുടെ മേൽ സംഭവിക്കാൻ പോകുക. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ഒരാത്മാവ് open your mouth and started to speak in tongues. Le te le te le tara she thare da laga thara daga laga daga laga daga laga. Amen. 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 സ്തോത്രം 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 സ്തോത്രം. ജനം ആരാധിച്ചപ്പോൾ ദൈവനോട് ഒരു കാര്യം പറഞ്ഞു. And when the people were worshiping, God came in. വിളിക്കുന്നത് അപ്പുറത്ത് ഉറങ്ങുന്ന പാർട്ടി അല്ല. When you call upon him, he's not a one to sleep. നാറ്റം വമിച്ച ജീർണിച്ച അസ്ഥിയായി വിളിക്കാൻ പോകുന്നത്. Those that are the dried bones will be called up. ചുറ്റും ആൾക്കാർ നോക്കി നിൽക്കുക. People are watching around. നിനക്ക് എങ്ങനെ ഇത്ര ഉറപ്പ്? are you so sure? വിളിക്കുന്നത് സൃഷ്ടിതാവാ വിളിക്കുന്നത്. Because we are calling the Creator. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു. And I'm seeing in the spirit tonight. സാധ്യതയില്ലാത്ത വിഷയം കോൾ അപ്പോൺ ചെയ്യാൻ പോവാ. And those that is impossible, God is going to call upon tonight. അടുത്തിരിക്കുന്നവർക്ക് ചിരിയായത്. This is അടുത്തിരിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. Those sitting next to you cannot believe it. പക്ഷേ ഇന്ന് രാത്രി ചില ടോംബിന്റെ മുമ്പിൽ നിന്ന് യേശു വിളിക്കാൻ പോകുകയാ. And Jesus is going to call things out of the tomb tonight. ലാസറേ പുറത്തു വാ. Lazarus, wake up. എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാനുണ്ട്. I have a question to അന്ന് ask. ശവത്തെ മുഴുവൻ റാപ്പ് ചെയ്തിട്ടല്ലേ വിടുന്നത്? Isn't the body wrapped up back then? റാപ്പ് ചെയ്തിട്ടല്ലേ വിടുന്നത്? Aren't they wrapped up back then? എനിക്ക് ഇവിടുത്തെ ശവം വെച്ചത് അറിയത്തില്ല. മൂക്കെ നാട്ടിലാണെങ്കിൽ മൂക്കെ 2 പഞ്ഞിയും 2 കെട്ടും അതല്ല, ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് 18 പടി കൊണ്ട് താഴെ വെക്കുന്നത്. And they wrapped that body up and put it there for 18 hours. പ്രാർത്ഥനാ റൂമിൽ ഒരു ചോദ്യം ചോദിച്ചു, ദൈവമേ അഴിക്കണ്ടേ? And you should ask a question in your prayer room. നീ വിളിച്ചതിന് ശേഷം അടുത്ത വാക്ക് അഴിക്കാനല്ലേ നീ പറയേണ്ടത്? Don't you have to ask, you have to loosen this. പക്ഷെ നീ ആ വാക്ക് പറഞ്ഞിട്ടില്ല. But you haven't said it. ലാസറേ പുറത്തു വാന്ന് പറയുമ്പോൾ When you say Lazarus come out, കൂടി ശീലയോടുകൂടി with those bondage, ഈ രാത്രി ചിലത് പുറത്തു വരാൻ പോകുകയാ. someone's going to come out with that bondage. ഈ രാത്രി നിനക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും Even if you can't see it tonight, നിന്റെ വിടുതലിന്റെ ഡോറിന് അടുക്കലേക്ക് ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുകയാ. the door of deliverance, God is going to put you near the door of deliverance. കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. നിനക്ക് കാണാൻ പറ്റത്തില്ല, നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, നിന്റെ ശരീരം മുഴുവൻ കെട്ടിക്കിടക്കുകയാണ്, നിന്റെ കൈ അനങ്ങുന്നില്ല, നിന്റെ കാൽ അനങ്ങുന്നില്ല. പക്ഷേ ഡോർ സ്റ്റെപ്പിൽ അടുത്തിലേക്ക് ഈ രാത്രി ഒരു വിടുതൽ നിന്റെ ജീവിതത്തിനകത്തുണ്ട്. But the deliverance is at your doorstep. എത്ര പേര് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കും? How many of you are യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയ. ഇന്ന് രാത്രി 18 പടി കെട്ടടിയാതെ ചിലർ കേറി വരുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. And I see that something is climbing 18 steps without loosening those ഇന്ന് bonds. രാത്രി മറിയം നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? Can you believe that tonight? മാർത്ത നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? Can you believe that, Mark? ഞാൻ പുനരുത്ഥാനമാണ്, That ഞാൻ ശക്തിയാണ്, I am the strength, ഞാൻ പുനരുത്ഥാനത്തിന്റെ ദൈവമാണ്. I am the resurrection. ഇന്ന് രാത്രി ഞാൻ വിളിച്ച ചിലത് പുറത്തു വരാൻ പോകുകയാ. If I call tonight, things will ഈ come out. രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. I see in the spirit ഒതുക്കിയ ചില മേഖലകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഇറങ്ങാൻ പോകുകയാ. things that were hidden are going to come out in the name of ഈ Jesus. രാത്രി ചിലതിനോട് ദൈവം പറയാ, അവന്റെ കല്ല് നീക്കുന്ന രാത്രിയാ. Tonight is the night that your stone is removed. നാറ്റം വമിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് രാത്രി ചിലത് ദൈവം കോൾ ഔട്ട് ചെയ്യാൻ പോകുകയാ. Tonight, if it is a night of
smell, but God ഈ will make രാത്രി it come out. ഞാനത് വിശ്വസിക്കുന്നു പറ. Believe in Jesus tonight. എത്ര പേർക്ക് ഈ വെളിപ്പാട് വേണം? How many of you want this എത്ര revelation? പേര് ജ്ഞാനം വേണം? How many want this wisdom? ഇന്ന് രാത്രി ഞാൻ വിളിച്ചാൽ ചിലത് സംഭവിക്കാൻ പോകുകയാ. That if I call upon Jesus, things will എത്ര happen. പേരുടെ മേൽ അധികാരം തിരിച്ചറിയുന്നു? How many of you know the authority? ചിലതിനെ നോക്കി കൽപ്പിക്കേ. Command things. ചില വേരിയ നോക്കി പറ, അഴിയാൻ പറ. Command the fence, command the നിന്റെ bondage and നാവിനകത്ത് ഈ unrest. അധികാരമുണ്ട്. You have the authority. നീ വാക്ക് പറയുമ്പോൾ ചിലത് മൂവ് ചെയ്യും. If you say the word, things will move. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? കമാൻഡ് ചെയ്യുന്ന തലമുറ ഈ രാത്രി എഴുന്നേൽക്കട്ടെ. Let the generations that you command rise up. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവ് ഒരുവന്റെ മേൽ ലഭിക്കേണ്ടതിന് ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുക. Oh, we are lighting that spirit of revelation. എത്ര വെളിപ്പാടുള്ളവൻ പ്രാർത്ഥനാ റൂമിൽ ഇരുന്നാലും Even if you have so much revelation and you're in the prayer room, അവന്റെ കൂടെ എപ്പോഴും ഒരു ഗേഹസി കാണും. there's always a Gehazi with him. ഓ, ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരുടെയും ഇത് പോയി. കുറച്ച് മാസം എൻ്റെ അപ്പനും പാസ്റ്ററായതുകൊണ്ട് സ്വതന്ത്രം 90% ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു 2 ഇടംകൊല്ലികൾ എഴുന്നേക്കും. ഇത് വേണോ? ഇത് വേണം, നീ അവിടെ മിണ്ടാതിരുന്നോണം. ഒന്നും മിണ്ടുന്നില്ലല്ലോ. And even ഇങ്ങോട്ട് എന്നോട് പിണങ്ങല്ലേ. സ്വതന്ത്രം. ഇച്ചിരി വിശ്വാസമുള്ള ഭാര്യ വീട്ടിനകത്തിരിക്കുമ്പോൾ എൻ്റെ പൊന്നച്ഛ ഒന്ന് മിണ്ടാതിരിക്കും, നിൻ്റെ വായ ഒന്ന് അടയ്ക്കേ. അവൾ കാരണമെങ്കിലും വിശ്വസിച്ച് കയറി നിൻ്റെ വഴി തുറക്കുമ്പോൾ ഗേഹസി അങ്കിളുമാരോ മിണ്ടുന്നില്ല, ചില ഗേഹസി ആൻറ്റിമാരോ ഉണ്ടെങ്കിൽ ഇന്ന് പണി നിർത്തിക്കോണം, വഴി തുറക്കാൻ പോവാ. മിണ്ടുന്നില്ല. നിന്റെ ബഡ്ജറ്റ് വെച്ചിട്ടല്ല ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്. നിന്റെ കണ്ണിൻ്റെ കാഴ്ച വെച്ചിട്ടല്ല ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ഓപ്പണിങ് നടക്കുന്നത്. ഈ രാത്രിയിൽ ആത്മാവിപ്പറ തുറക്കാൻ പോകുകയാ. ആത്മാവിപ്പറ വഴി തുറക്കാൻ പോകുകയാ. ഈ രാത്രി രഹബോത്ത് ചർച്ചിനോട് ഞാൻ പറയുന്നു, പ്രതിസന്ധികൾക്കകത്ത് ഇന്ന് രാത്രി വെളിപ്പാടുള്ള തലമുറ എഴുന്നേക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഈ രാത്രി പറ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവനോട് പറയുക, ഓരോ വട്ടം വിടുമ്പോഴും നെഗറ്റീവ് വരുമ്പോഴും, and even when you send it forward and a negative comes back all the time. നിങ്ങൾ നോക്കണം, എഫെസ് സഭയോട് എഴുതുമ്പോൾ When they're writing to the church in Ephesus, പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. it's a prayer of Paul. ജ്ഞാനം ലഭിക്കണം, wisdom, let them receive wisdom. വെളിപ്പാട് ലഭിക്കണം. Let them receive revelation. നമ്മുടെ പിള്ളേർ MBBS ജയിക്കാൻ വേണ്ടിയുള്ള ജ്ഞാനമല്ല. This is not the wisdom to get the doctorate degree. വിളിക്കുന്ന യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം. This is the wisdom of the Jesus we call upon. എഞ്ചിനീയർ ആകണം, നിങ്ങളുടെ തലമുറ ഡോക്ടർ ആകണം. പക്ഷേ ഇവിടെ ഒരു ഡോക്ടർ എഴുന്നേക്കണം. വിധി എഴുതിയ വിഷയം റിപ്പോർട്ട് കൈവെക്കുമ്പോൾ റിപ്പോർട്ട് വെച്ച് നീ അതിനെ ഡീൽ ചെയ്യരുത്, ആത്മാവിൽ ഡീൽ ചെയ്യണം. Do not deal with it with the report, but deal with it in the spirit. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Amen. Hallelujah. നിന്റെ മുൻപ് നിൽക്കുന്ന റിപ്പോർട്ടുകൾ നെഗറ്റീവ് ആകുമ്പോൾ കയറി നിന്ന് യേശുവിന്റെ നാമത്തിൽ എന്നെ ബ്രേക്ക് ചെയ്തിട്ട് പറയണം, റിപ്പോർട്ട് നെഗറ്റീവാ, പക്ഷെ ഞാൻ കാണുന്ന പോസിറ്റീവ് കാണുന്ന ഡോക്ടേഴ്സ് ഇന്ന് ഈ ചർച്ചയിൽ നിന്ന് എഴുന്നേക്കണം. ഇന്ന് ചില നേഴ്സുമാർ എഴുന്നേക്കണം. ഇന്ന് രാത്രി ഗേഹസിയുടെ ആത്മാവുള്ളതല്ല, നീ രാത്രി ഈ സഭയ്ക്കകത്തുനിന്ന് പുറത്തു വരേണ്ടത് ഏലിയാവിന്റെ ആത്മാവുള്ള, ഏലിയാവിന്റെ ശക്തിയുള്ള, യേശു ക്രിസ്തുവിന്റെ ആത്മാവുള്ള ചിലർ ഈ രാത്രി എഴുന്നേക്കട്ടെ. ചർച്ചിന്റെ അകത്ത് ആ തടസ്സം നിൽക്കുന്ന ചിലതല്ല, വിശ്വാസത്തിൽ തടസ്സം നിൽക്കുന്ന ചിലതല്ല, വെളിപ്പാടുള്ള തലമുറ ഈ രാത്രി എഴുന്നേക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചു. Amen. Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. ഈ രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. Amen. സ്തോത്രം. Amen. Hallelujah. സ്തോത്രം. സ്തോത്രം.
സ്തോത്രം. സത്യം പറയാമെങ്കിൽ കൈവെക്കണേ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നെഗറ്റീവ് മനസ്സിൽ വരുന്നവരുണ്ടെങ്കിൽ കൈവെക്ക്. Just say the truth when you raise your hand. Do you have any negative thoughts when you pray? എൻ്റെ ദൈവമേ, ഉള്ള സത്യം കൂടെ പറയാത്ത ജനമാണ്. ഒരിക്കലെങ്കിലും അങ്ങ് സത്യം പറ. ദൈവം അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് വഴി അങ്ങ് തുറക്കും. If you just show the Lord, God will open the way for you. ഓ പോട്ടെ, ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. എന്നാൽ വേറൊരു കാര്യം ചോദിക്കാം. ഉപവാസം ഇരിക്കുമ്പോൾ ആഹാരത്തെപ്പറ്റി ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? Those who are in fasting, when you think about, do you think about food when you're fasting? പുറയിൽ എൻ്റെ കൂടെ ഒരു മോനുണ്ട്. താങ്ക് യു. Amen. ഞാൻ പണ്ട് തിങ്കളാഴ്ച ഉപവാസം ഇരിക്കുമ്പോഴേ ബുധനാഴ്ച എന്നാ കഴിക്കണമെന്നായിരുന്നു എൻ്റെ ചിന്ത. When I'm sitting and fasting for Monday, I think about what I'm going to eat on Wednesday. അങ്ങനെ ആരും ചിന്തിക്കാത്ത മഹത് വ്യക്തികളൊന്നും ഇരിക്കുക ഇവിടെ. But a lot of you don't think about that apparently. ഒരു ദിവസവും വിശപ്പ് കാണത്തില്ല. ഞായറാഴ്ച ഒരു പ്രത്യേക വിശപ്പുള്ളവർക്ക് കൈ പൊക്കി. Those who have a special hunger on Sunday, please raise your hand. നമ്മൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എല്ലാം കറങ്ങി നടക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഞായറാഴ്ച നോക്കിയിട്ട് ഇല്ലാത്ത വിശപ്പ് കയറി വരുന്ന കണ്ടോണം. We don't eat breakfast on the regular other days, but when Sunday we're really hungry. അന്ന് വാസ്റ്റർ എത്ര വെളിപ്പാട് പറഞ്ഞു, 1 മണിക്ക് അപ്പുറം പോയാൽ ആ പറഞ്ഞവനൊക്കെ നല്ല സുഖമാണ്. നമ്മുടെ മനസ്സിൽ കൂടെ അവനെ പറയാൻ ഇനി ഒന്നും കാണത്തില്ല. Even if, no matter what revelation the pastor says, if it goes past 1 o'clock, it's over. ഞാൻ എന്താ ഇതൊക്കെ പറയുന്നത്? Why do I say this? ഇത് മനുഷ്യ സഹജമാണ്. Because this is the thinking of a human. നീ ഒരു വലിയ ഉപവാസത്തിൽ കയറ്, ഇല്ലാത്ത ഒരസൽ നിന്റെ വീടിന് അന്നുണ്ടാകും. And if you get into a fasting, even the problems that don't exist will come into your house. ചീപ്പ് എവിടെ നിന്ന് ചോദിച്ചിട്ടായിരിക്കും അടി. Amen. സിമ്പിൾ വിഷയം. Simple problems. Amen. ശിവന്റെ വലിയ വഴികളെ തടസ്സപ്പെടുത്തുന്ന വാക്കുകൾ ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യും. We need to break those words that will cause a hindrance to our ഒരേ spiritual വിഷയത്തെ growth. ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ 6 തവണ നെഗറ്റീവ് കേട്ടാലും എഴുന്നേക്കല്ല്. നീ പ്രാർത്ഥിക്കുന്ന ഇടത്തുനിന്ന് വിടുതൽ കാണാതെ. Hallelujah. Do not leave the place that you're praying for. Even if you hear negative things, do not leave that prayer. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? Hallelujah. കാണാതെ വിട്ടുപോയവർ ഇന്ന് റീഓപ്പൺ ചെയ്യണം. Things that you lost, you have to reopen tonight. ചില പ്രാർത്ഥനകൾ റീഓപ്പൺ ചെയ്യണം. You have to reopen them closed prayers tonight. നടന്നില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന വരെ പ്രാർത്ഥനയ്ക്കാർ. Even if it's said that it won't happen, God is going to make it happen. Is with ഈ രാത്രി ആത്മാവിനോട് പറയുന്നു, ഗേഹസിയുടെ സ്പിരിറ്റ് ഈ രാത്രി ആത്മാമണ്ഡലത്തിൽ ബ്രേക്ക് ഡൗൺ ആകാൻ പോവാ. ജീസസ് എത്ര നിന്നോട് പറഞ്ഞാൽ നിന്നെ തളർത്താത്ത ക്രിസ്തുവിന്റെ റെവലേഷനും കൊണ്ട് നിന്നെ മൂടിക്കളയുന്ന ഒരു ദൈവശക്തി ഈ രാത്രി വ്യാപരിക്കാൻ പോകുകയാണ്. revelation among you tonight. എത്ര പേര് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക? How many of you are going to worship God? ഈ രാത്രി പറ എത്ര എന്നെ ബ്രേക്ക് ഡൗൺ ആക്കിയാൽ, എത്ര എനിക്ക് നേരെ വന്നാൽ, I know the revelation of God. എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. Hallelujah. എത്ര പേരോട് ദൈവം ഇടപെടുന്നുണ്ട്? How many of അവരുടെ കൈകൾ മാത്രം ഉയരട്ടെ. Lift your hands up. പ്രവാചകൻ പറഞ്ഞ മാസം പോയാലും നീ എഴുന്നേറ്റ് പോകരുത്. പറഞ്ഞവൻ യേശുവിന്റെ നാമത്താണെങ്കിൽ you have all the right. Go and ask my Lord. He is going to be open a way for you. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്ന എനിക്ക് അറിയത്തില്ല. ഈ രാത്രി ദൈവത്തിന്റെ ഒരു വലിയ വഴി ഈ രാത്രി ചിലരുടെ ജീവിതത്തിൽ തുറക്കാൻ പോകുകയാണ്. ഈ രാത്രി വെളിപ്പാടുള്ള ചിലര് ഈ രാത്രി എഴുന്നേക്കണം. ജ്ഞാനമുള്ള ചിലര് ഈ രാത്രി എഴുന്നേക്കണം. ഈ രാത്രി നീ വിശ്വസിക്കുക, എന്റെ ദൈവം ആരാ? Know who the Lord is tonight. Jesus. Amen. Jesus. കർത്താവിനോട് പറയുന്നു, God is telling me tonight, നിന്റെ പായെന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, before you get up from your prayer mat, ഇന്ന് രാത്രി നീ ഒരു വിടുതൽ കാണാൻ പോകുകയാണ്. you are going to see a deliverance. കൈപോലൊരു മേഘം ഇന്ന് രാത്രി ഞാൻ പോകുന്നത് കാണുന്നു. That is going to be a cloud in the form of a hand. നീ അതിനെ പറഞ്ഞ് വലിയ മുഴക്കമാക്കുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. That you're going to command it and open a way. കണ്ടത് പാസ്റ്റർ ചെറുതാ,
പക്ഷെ നിന്റെ വായിന്ന് പറയേണ്ടത് ചെറുതല്ല, വലിയ മുഴക്കം ഞാൻ കേൾക്കുന്നു. കണ്ടത് വേറൊരുത്തനാ, കേട്ടത്, എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്ന എനിക്കറിയത്തില്ല. കണ്ടത് ഗേഹസിയ, പക്ഷെ പറഞ്ഞവൻ കേട്ടതിന്റെ അറിവ് വെച്ചല്ല പറഞ്ഞത്, വെളിപ്പാടില്ല സംസാരിച്ചത്. But you might see Gehazi, but what you hear with revelation. സ്വത്രം പറയാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഞാൻ ഗോഡ്സൺ പാസ്റ്ററോട് പറയാം, ശകലം വഴി തുറക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഫെയ്സൺ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഇച്ചിരൂടെ വഴി തുറക്കുമെന്നല്ല പറയുന്നത്. ശകലം വഴി എന്ന് ഫെയ്സൺ പറയുമ്പോൾ, ഞാൻ പറയുമ്പോൾ, കാണാത്ത ഗോഡ്സൺ പാസ്റ്ററുടെ വായിന്ന് വരേണ്ടത് ഒരു വിശാലതയേറിയ വഴി തുറന്നു വെച്ചത് ഞാൻ കാണുന്നു എന്ന് നീ പറയാൻ കഴിയുന്നതാണ് നിന്റെ മേലുള്ള ദൈവത്തിന്റെ വിടുതൽ. ഈ രാത്രി കാര്യങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് അവനെ ഒന്ന് അറിയ. The knowledge of God, wisdom of God ഈ രാത്രി ചിലതിന്റെ മേൽ വീഴട്ടെ. Even though with your mouth you might say it's a road, God's going to turn that into a highway. കരങ്ങൾ അടിച്ച് അല്പസമയങ്ങൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ഈ രാത്രി പറ ഉപവാസത്തിന്റെ രണ്ടാമത്തെ രാത്രി കർത്താവിനെ പറ്റി ഒന്ന് അറിയട്ടെ. കർത്താവിന്റെ വിശ്വം എനിക്കൊന്ന് വേണം. യേശുവിന്റെ നാമത്തിൽ ജയം. Amen. Hallelujah. സ്തോത്രം. നമ്മൾ ഈ ഏലിയാവ് എന്നൊക്കെ പറയുമ്പോഴും, Even if we say Elijah, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കടന്നു, അവൻ 3-ാം സംവത്സരത്തിൽ, and in the book of Kings, in the 3rd അവൻ generation, മലയുടെ മുകളിൽ കയറി. he got onto the mounts. പക്ഷെ പുസ്തകം പറയുന്നത് But the book says 3 വർഷവും 6 മാസം കഴിഞ്ഞപ്പോൾ അടഞ്ഞ ഡോറ് തുറക്കാൻ പോകുകയാ. that 3 years and 6 months after that closed door will open. ആത്മാവിനോട് പറയുന്നു, But we are telling him tonight, നീ ഒരു വിഷയത്തെ കയറി പിടിച്ചാൽ, if you get a hold onto a problem, നീ പിടിക്കുന്നത് കൊണ്ടേ വരത്തുള്ളൂ. that you will hear that. കർത്താവിനോട് പറയുന്നു, God is telling me, കഴിഞ്ഞ 3.5 വർഷമായി for the past അടഞ്ഞു 3.5 കിടക്കുന്ന ഒരു ഹെവൻ റോക്ക്ലൻഡ് കൗണ്ടിയിൽ വീണ്ടും ഓപ്പൺ ആകാൻ പോവുകയാ. the problem that's been closed for the past 3.5 years, God's going to reopen in പറഞ്ഞാൽ Rockland. 2021 ജനുവരി മുതൽ വിഷയങ്ങൾ തുറക്കാത്ത ചില കുടുംബങ്ങളുടെ മേൽ 2024 ജൂണിൽ 11 രാത്രിയിൽ ഓപ്പൺ ആകുന്ന കാഴ്ച ഈ 6-ാം മാസത്തിൽ ചില കുടുംബത്തിന്റെ മേൽ റീ ഓപ്പൺ ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. 2021 ജാനുവരി മുതൽ നടക്കാത്ത മേജർ ഷിഫ്റ്റ് 2024 ജൂൺ മാസം നടക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞ കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ വീഴാൻ പോകുകയാ. ലാ റാ സാ ലാ ഡാ ജല 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 യേശുവിന്റെ നാമത്തിൽ. ഗോഡ്സൺ പാസ്റ്ററെ, ഈ ദേശത്തെ പറ്റി ദൈവം എന്നെ കാണിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 3 വർഷവും 6 മാസവും കഴിഞ്ഞപ്പോൾ ദേശത്ത് വീണ്ടും മഴ പെയ്തു. അടുത്ത വാക്ക് ദേശത്തിൽ ധാന്യം വിളഞ്ഞെന്ന്. And it says that for 3 years and 6 months, in the book of James, it says that it did not rain, but after 3 years and 6 months, it rained and the harvest bloomed. Hallelujah. Amen. ഈ ക്ഷാമ സമയത്ത് ഏത് വ്യക്തിയെ കൊണ്ട് വിത്തിട്ടത്? What are you going to get in the time of curse? ഈ ക്ഷാമ സമയത്ത് ആരാ കൊണ്ട് ഇതിനെയൊക്കെ വിതച്ചത്? What are you who sowed during the famine? ഏതൊക്കെയോ കാലഘട്ടത്തിനു മുമ്പിൽ വിതച്ചത് ചില പടുവിത്തുകൾ റോക്ക്ലൻഡ് കൗണ്ടിയിൽ വീണ്ടും സ്പ്രൗട്ട് ചെയ്യുന്ന ഒരു വെളിപ്പാട് കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുക. The seeds that were sown during the famine, those seeds will sprout now. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കാരണമാണെങ്കിൽ പാസ്റ്റർ എന്നോട് ദൈവം കാണിക്കുന്നു, 3 പതിറ്റാണ്ട് മുമ്പ് പോലും ചിലത് കൊണ്ട് കുഴിച്ചിട്ടത് ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം 2024 ഈ ഉപവാസ പ്രാർത്ഥന റോക്ക്ലൻഡ് കൗണ്ടി ന്യൂ സിറ്റിക്കകത്ത് വീണ്ടും ചിലത് പൊങ്ങി വരാൻ പോകുകയാ. The things that you buried underground 3.5 years ago will now sprout in this. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്തെ പറ്റി പ്രാർത്ഥിക്കുന്നവർ ഇവിടെയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഈ രാത്രി വൃഥാവാകത്തില്ല. 40 വർഷം കഴിഞ്ഞാലും
30 വർഷം കഴിഞ്ഞാൽ ഈ ദേശത്തിനകത്ത് ചില വിത്തുകൾ മുളയ്ക്കാൻ പോകുകയാ. No matter how long it has been, there's going to be seeds that are going to be sprouting in Rockland ഈ County. രാത്രി വിശ്വസിക്കുന്ന മാത്രം കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ How many സ്തുതിച്ചാട്ടെ. people believe that tonight? ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ ദൈവം അത് ചെയ്യാൻ പോകുകയാ? that God's gonna do വലിയൊരു this for me? കൊയ്ത്തിലേക്ക് ഈ സഭയെ ദൈവം നടത്താൻ പോകുകയാ. God is going to lead you into വലിയൊരു കൊയ്ത്തിലേക്ക് ഈ സഭയെ ദൈവം നടത്താൻ പോകുകയാ. God is going to lead you into a harvest. കർത്താവിനെ കാണിക്കുന്നു ഈ ആരാധന 3 ഷിഫ്റ്റായി തിരിയാൻ പോകുകയാ. That this worship is going to go into 3. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ചില മലയാളത്തിനിടയ്ക്ക് ഇംഗ്ലീഷ് പറയല്ല, ഇതിനെല്ലാം സെപ്പറേറ്റ് സെക്ഷൻസുകൾ ഈ ദേശത്തിനകത്ത് ഈ സഭയിൽ വെളിപ്പെടാൻ പോകുകയാ. There's going to be 3 separate churches, 3 separate sections. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? Amen. ഈ രാത്രി പറ, കർത്താവ് ഞാൻ വെളിപ്പാടി പ്രാർത്ഥിക്കാൻ പോകുകയാ. I'm going to pray over this tonight. ചെറുത് ചിന്തിക്കല്ലേ. Do not think this is small. പോക്കറ്റ് വെച്ച് ചിന്തിക്കരുത്. Do not think this is pocket size. വലിയ ദൈവത്തിന്റെ വലിയ പ്ലാൻ നിന്റെ അകത്ത് കയറും. Because the great God has a great plan for you. മിണ്ടുന്നില്ല. വലിയ ദൈവത്തിന്റെ വലിയ പ്ലാൻ നിന്റെ അകത്ത് കയറണം. Because the great plan of the great God has to enter വിശ്വസിക്കാൻ you. പറ്റുന്നുണ്ടോ? Amen. വലിയ ദൈവത്തിന്റെ വലിയ പ്ലാൻ നിന്റെ അകത്ത് കയറണം. Because the great plan of the great God has to enter you. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു 21 ദിവസം ഇപ്പോൾ 5-8 ദൈവദാസന്മാരെ പാസ്റ്റർ വിളിച്ചിട്ടില്ലേ? പക്ഷെ എഴുതിയിട്ടോ, there will be a time ഈ 24/7 ഒന്നിലധികമല്ല 3-ലധികം ദൈവദാസന്മാർ ഒരുമിച്ച് നിന്നാലും സഭയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്തതുപോലെ ആൾക്കാരെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. And I'm seeing that no matter, there are a lot of pastors called for this fasting prayer, but even 3 pastors working full time will not be enough to shepherd the amount of people in this church. ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് അറിയത്തില്ല. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതിക്കുക. ഈ രാത്രി കർത്താവിനോട് പറ, ഞാനത് വെളിപ്പാടി കാണുന്നു, എൻ്റെ ചെറിയ ബുദ്ധിയിൽ അത് ഒതുങ്ങുന്നില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മാവിനോട് പറയുന്നു, വലിയ തോതിൽ നിന്റെ അകത്ത് മിഷൻ കയറട്ടെ. കർത്താവിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി ചിലതിന്റെ മേൽ കയറട്ടെ. യേശുവിന്റെ വിഷ്ണു ചിലതിന്റെ മേൽ ഇന്ന് രാത്രി കയറട്ടെ. Amen. Hallelujah. Let the vision of the Lord enter upon you tonight. ഞാനൊരു നടന്ന സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. And I'll tell you something that happened. വർഷങ്ങളായിട്ട് മഴ പെയ്യാത്തൊരു ഏരിയയിൽ ഒരു കൂട്ടവരൊന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. And in an area that hasn't rained for a long time, there's a group of people praying for rain. പക്ഷേ 14 വയസ്സുള്ള കൊച്ചു കുട എടുത്തുകൊണ്ട് പോവാ. But the 14-year-old child is taking an umbrella and walking. അപ്പം മൂത്ത ആൾക്കാരൊക്കെ ചോദിച്ചു, കുട എന്തിനാ, മഴയില്ലല്ലോ? And the older one's asking, there's no rain, so why are you കൊച്ചു taking പറഞ്ഞു, an പ്രാർത്ഥിക്കുന്നത് umbrella? മഴയ്ക്ക് വേണ്ടിയല്ലേ. But am I not praying for the rain? പ്രാർത്ഥിക്കുന്നത് മഴയ്ക്ക് വേണ്ടിയല്ലേ. We're not praying for the rain? പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഇത് പെയ്യാൻ പോകുകയാ. Because if we pray for it, then it will ഈ rain. രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു, റിവൈവൽ വേണ്ടി പ്രാർത്ഥിച്ചാൽ റിവൈവൽ നീ കാണണം. Because if you pray for revival, you have to see the revival. റിവൈവലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലയാളിയെ പിടിക്കാൻ വേണ്ടി നീ ഇരിക്കരുത്. റിവൈവലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പീപ്പിൾ ഓഫ് അതർ ഫെയ്ത്തിനെ പിടിക്കുന്ന വെളിപ്പാട് നിന്റെ അകത്ത് വരണം. You need to have that revelation within you to grab the people from other faiths. യേശുവിൻ രക്തം ചെയ്യാം. നിനക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്കേ. Those who know English, raise your hand. ഹിന്ദി അറിയാവുന്നവര് കൈപൊക്കി. Those who know Hindi, raise your hand. ശരിക്കും കൈപൊക്കി. ഹിന്ദി അറിയാവുന്നവര്. അയ്യോ, ഇത് മാർക്കറ്റിൽ പോയി ഹിന്ദി പറയാനല്ല, നിങ്ങളുടെ വിളിയാ ഇതൊക്കെ. എത്ര പേര് നിങ്ങളുടെ മേ കിടക്കുന്ന ലാംഗ്വേജ്, നിങ്ങളുടെ മേ കിടക്കുന്ന ചെറിയ ടാലന്റുകൾ നിങ്ങളുടെ വിളിയുടെ ഭാഗമാണെന്ന് കണ്ടാൽ ഈ രാത്രി നീ പുറത്തു വരണം യേശുവിൻ്റെ നാമത്തിൽ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു? അന്യഭാഷ പറ, നിനക്ക് അറിവുണ്ടോ? അത് നിന്റെ വിളിയുടെ ഭാഗമാണ്. പ്രാർത്ഥിക്കാൻ നിനക്ക് വിളിയുണ്ടോ? അത് നിന്റെ വിളിയുടെ ഭാഗമാണ്. ഇന്ന് രാത്രി ഇടിവ് നിൽക്കാൻ നിനക്ക് കഴിവുണ്ടോ? അത് വിളിയുടെ ഭാഗമാണ്. എത്ര പേര് തീരുമാനമെടുക്കുന്നുണ്ട്? എനിക്ക് തന്നതെല്ലാം കർത്താവിന്റെ വലിയ മിഷന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ഒരു ആത്മാവിനെ പോരാ. ഇന്ന് രാത്രി ഇതുവരെ നടക്കാത്ത ചില ദൈവത്തിന്റെ പ്രവർത്തികൾ ഈ രാത്രി സംഭവിക്കാൻ പോകുകയാണ്.
Hallelujah. ജീസസ് 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 ജീസസ്. ഈ രാത്രി ഞാൻ ആത്മാവിൽ കാണുന്ന ഗോഡ്സൺ പാസ്റ്ററെ, വിളിയുള്ളത് ചിലത് വന്നിട്ട് ഈ സഭ പൊട്ടിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. വേണമെങ്കിൽ പ്രവൃത്തിയില്ലാത്ത ചില ഏരിയയിലേക്ക് ഗോഡ്സൺ പാസ്റ്റർ പറയണം, എന്നെ അങ്ങോട്ട് വിടാൻ പറയണം. അവിടെ ചെന്ന് പ്രസംഗിക്കുക. നിനക്ക് പൈസ വേണ്ടായല്ലോ, പക്ഷെ ദൈവത്തിന് വേണ്ടി നിൽക്ക്. വലിയ കാര്യങ്ങൾ ഈ രാത്രി ദൈവം ചെയ്യാൻ പോകുക. എത്ര പേര് ഒരുക്കമുണ്ട്? ഇവിടെ ചില സുവിശേഷത്തിന്റെ വിത്ത് ഈ രാത്രി ദൈവം ഇടാൻ പോകുക. And that there's going to be a move of ministry among the people tonight. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? മാർക്കറ്റിൽ ആണെങ്കിൽ വായിക്കുന്നവർ ഇവിടെ ഇല്ലേ? ഇവിടെ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരില്ലേ? തെരുവിലോട്ട് ഇറങ്ങി വായില് അനേകരെ കൈവെക്കുന്ന ഒരു അധികാരം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ഒരു മുറിക്കകത്തിരുന്ന് കൊട്ടാനുള്ള വിളിയല്ല നിന്റെ മേൽ കിടക്കുന്നത്. റോഡിൽ ഇറങ്ങ, നിന്റെ അകത്തൂടെ ഒരു ദൈവം ചലിക്കുന്നത് ലോകം കാണാൻ പോകുക. You're not supposed to be stuck in the room and playing the instrument. Go out into the street, play the instruments and save souls. Amen. യങ്സ്റ്റേഴ്സ് എത്ര പേര് തയ്യാറാ? അവരുടെ കൈ എനിക്കൊന്ന് കാണണം. തയ്യാറാണോ? പോരാ പോരാ പോരാ. തയ്യാറാണോ? കൈ ശരിക്കും ഉയരട്ടെ. നിങ്ങളുടെ അപ്പനും അമ്മയും കൂടെ ഒന്ന് കാണട്ടെ. കർത്താവേ, ഞാൻ യേശുവിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറാ. ഞാൻ യേശു. എന്തിനാ ഈ സൈഡ് പൊക്കുന്നത്? വിളിക്കുന്ന അപ്പനെ ശരിക്കും കൈ പൊക്കിക്കോ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ ഇംഗ്ലീഷ് വീട്ടിൽ കടന്ന് പറയാനുള്ളതല്ല. നിന്റെ ഇംഗ്ലീഷ് യേശുവിനെ പ്രസംഗിക്കാനുള്ളതാ. ഇന്ന് നിന്റെ ടാലന്റ് വെളിയിൽ ഇറങ്ങാനുള്ളതാ. നിന്റെ മേ കിടക്കുന്ന അനോയിന്റിങ് ആയിരങ്ങളെ പിടിക്കാനുള്ളതാ. ഈ രാത്രി പറ, ഞാൻ അറിഞ്ഞ സത്യത്തെ ഒരാളെങ്കിലും ഇൻജക്ട് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ വെളിപ്പാട് ഈ രാത്രി പ്രാപിക്കുക. Amen. Hallelujah. Let the ministry and the spirit of revelation move amongst you tonight. Jesus. എത്ര പേർ റെഡിയാ? How many of you believe? How many of you raise your hands? വെളിപ്പാടുള്ള അമ്മേ, And the നീ ones, സാഹചര്യം കണ്ട് പ്രാർത്ഥനയിൽ മടുക്കരുത്. just because you see the situation, do not falter in your prayer. ജീസസ്. നിന്റെ തലമുറയെ പറ്റി വലിയ വെളിപ്പാടുണ്ട്, There's a വലിയ great revelation. വാഗ്ദത്തമുണ്ട്. അതിന്ന് നടന്നില്ല, വിട്ടുകളയരുത്. Just because it didn't happen tonight, don't let go of it. നിന്റെ വായ് കൊണ്ട് ഇങ്ങനെ പറയും, Because through your mouth you will say. നിന്റെ വല്യമ്മ ലൂവിസിലും Because through your mother and your grandmother, നിന്റെ അമ്മ യുനീക്കയിലും through your mother Eunice, the same faith the same faith, നിന്നിലുണ്ടെന്ന് you have the same faith within you. ഞാൻ അറിയുന്നു. I am telling you tonight. ഇന്ന് രാത്രി ഈ സഭയോട് ഞാൻ ദൂത് പറയാ. I'm telling this church a അമ്മച്ചിയുടെ message. വിശ്വാസം That faith of your grandmother, ട്രാൻസ്ഫർ ആകും. it's transferred. മോടമേൽ ട്രാൻസ്ഫർ ആകും. Transferred onto the daughter. മോടമേലുള്ള വിശ്വാസം And that faith from the daughter മോന്റെ മേലേക്ക് ട്രാൻസ്ഫർ will ആകും. be transferred to the son. വെളിപ്പാടുണ്ടോ? വെളിപ്പാടുണ്ടോ? Do you have the revelation? വെളിപ്പാടുണ്ടോ? Do you have the revelation? വെളിപ്പാടുണ്ടോ? Amen. വെളിപ്പാടുണ്ടോ? Do you have the revelation? ന്യൂ സിറ്റിയിൽ യേശുവിന് വേണ്ടി നീ നിന്നാൽ, വെളിപ്പാടോട് നിന്നാൽ, നിന്റെ മേ കിടക്കുന്ന വെളിപ്പാട് നിന്റെ തലമുറയിലേക്ക് ട്രാൻസ്ഫർ ആകുമെന്നുള്ള റെവലേഷൻ ഈ രാത്രി നിനക്കുണ്ടോ? Do you have the revelation that the faith will transfer onto your lives? Amen. എത്ര വയസ്സ് വരെ ഒരു കൊച്ചിന് മുലപ്പാൽ കൊടുക്കും? To what age do you breastfeed a child? പറഞ്ഞേ അമ്മമാര്. 3 വയസ്സ്, 3 years? 4 വയസ്സ്? ഉണ്ടെന്നില്ല. ഇവിടെ സമയം കാണുന്നില്ല. നാട്ടിലൊക്കെ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ പെങ്ങൾ ജനിച്ചവരെ കുടിച്ചെന്ന് എൻ്റെ മമ്മി പറയുന്നത്. അപ്പോൾ 6-7 വയസ്സ് വരെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഈ കാലത്ത് ഇവിടെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം മാക്സിമം 1 വർഷം 2 വർഷം. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മോശയ്ക്ക് എത്ര വർഷം കൊടുത്തു കാണും? How many years did Moses get breastfed? അതൊന്നാമത് പെയ്ഡാ. He got മാസം തോറും പേയ്മെന്റ് ചെയ്യേണ്ടതാ. He got paid. His mother got paid to help him. 2 വർഷം. 2 years? ആരാണ്ട് പറഞ്ഞു, അമ്മയുടെ മുലപ്പാൽ കൊടുത്തപ്പോൾ അകത്ത് യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഒന്നുമല്ല. ഈ കൊടുക്കുമ്പോഴും നീ മാറി നിൽക്കുമ്പോഴും നിൻ്റെ അകത്തൊരു റെവലേഷനുണ്ട്. അവൻ കൊട്ടാരത്തിൽ കിടന്നാലും
സംസാരത്തിലെ അഴുക്കവനെ പിടിക്കാത്ത ഒരു റെവലേഷൻ്റെ അമ്മ നിൻ്റെ കുടുംബത്തിലുണ്ടോ? ന്യൂയോർക്ക് സിറ്റിക്കകത്ത് ഷാക് പാർക്കിൽ വ്യാപരിക്കുന്ന അഴുക്കം നിൻ്റെ തലമുറയെ പിടിക്കത്തില്ലെന്ന് ഒരു വെളിപ്പാടിൻ്റെ ഇന്ന് രാത്രി ആരുടെ മേലുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് രാത്രി എത്ര അഴുക്കനകത്ത് പോയാലും ഞാൻ ആത്മാവിൽ കാണുന്നു പാസ്റ്ററെ, മിസ്രൈമിൻ്റെ നിക്ഷേപത്തെക്കാൾ മിസ്രൈമിൻ്റെ നിക്ഷേപത്തെക്കാൾ മിസ്രൈമിന്റെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്നെണ്ണുന്ന കൂട്ട തലമുറകൾ ഇവിടെ എഴുന്നേക്കുന്ന ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒത്തിരി യങ്സ്റ്റേഴ്സ് ഇവിടെ ഇരുന്ന് പാടുന്ന ഞാൻ കണ്ടു. അതെല്ലാം നല്ലതാ. 5 ദിവസം നിങ്ങൾ ജോലിക്ക് മതി, 2 ദിവസം എൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങാൻ നിനക്ക് തയ്യാറുണ്ടോ എന്നാണ് ഇന്ന് രാത്രി ദൈവം ചോദിക്കുന്നത്. I saw a lot of youngsters worshiping the Lord. God said that for 5 days of work is enough. Are you ready to minister for me for the rest of those 2 days? 30 വയസ്സുള്ള താഴെയുള്ള യങ്സ്റ്റേഴ്സിന്റെ കാര്യം ഒന്ന് ഞാൻ കാണട്ടെ. Let me see those who are under 30. Hands raised. 30 വയസ്സ് മുതൽ 10 വയസ്സുള്ള കണ്ണെല്ലാം കൈ അങ്ങ് പൊക്കിക്കുക. No matter how old you are under 30, just raise your hand. നിങ്ങളുടെ ജോലി കഴിഞ്ഞ് കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറുള്ളവരുടെ കൈ എനിക്കൊന്ന് കാണട്ടെ. Those who are able to want to minister for the Lord after your work, raise your hand. 5 ദിവസം മതിയെന്നേ ജോലി. Amen. 2 ദിവസം യേശുവിന് വേണ്ടി കൊടുക്ക. Give your 2 days to the Lord. നിങ്ങളുടെ അപ്പം പറഞ്ഞില്ലേലും, Didn't your father നിങ്ങളുടെ tell you? അമ്മ പറഞ്ഞില്ലേലും, Didn't your mom tell you? 40 വർഷം കൊട്ടാരത്തിനകത്ത് ബാറിൻ്റെ അകത്ത് കിടക്കുമ്പോഴും ഡിസ്കോയ്ക്കകത്ത് കിടക്കുമ്പോഴും പെന്തക്കോസിൻ്റെ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിലും മോശയുടെ അകത്ത് വന്ന വെളിപ്പാട് ചില തലമുറകളെ പിടിച്ചതുപോലെ ഗോഡ്സൺ ഭാഷ ഞാൻ ആത്മാവി കാണുന്നു. കരയുന്ന ചില അപ്പന്മാർ, കരയുന്ന ചില മാതാക്കൾ, നിന്റെ തലമുറ നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു വെളിപ്പാടുണ്ടോ? യേശുവിൻ ഇന്ന് വാർത്തയിൽ ജ്ഞാനമുണ്ടോ? ഇവരെ തൊടത്തില്ല, 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 തൊടത്തില്ല. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഈ രാത്രി പറ, കർത്താവ് ഈ ജ്ഞാനം എനിക്കുണ്ട്, ഈ വെളിപ്പാട് എനിക്കുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കോർസം പാസ്റ്റർ, ഞാൻ ഈ ദൂത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം എന്നോട് പറയുക, ദൈവം എന്നോട് ഇങ്ങനെ പറയാൻ പറയുക, മച്ചിയായവക്ക് ഇത് 6-ാം മാസമെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവള് മല കയറി തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, and even though she was known as barren, as she is now pregnant with 6 months, ascending that mountain. അമ്മച്ചി എന്തോ പറഞ്ഞു പാസ്റ്ററെ? What did she say? എംവറിസ് പാസ്റ്റർ എന്തോ പറഞ്ഞു? What did she say, Pastor? നിനക്ക് വായിച്ചിട്ടില്ലേ? ബൈബിളിൽ അങ്ങനൊന്നും ഇല്ലേ? എന്തോ പറഞ്ഞു? നിനക്ക് വന്ദനം. Greetings to you. അകത്ത് കിടക്കുന്ന പിള്ള തുള്ളിയെന്ന്. It says the child within her jumped. മിണ്ടുന്നില്ല. Amen. ഈ മോള് പ്രൈസലോട് പറയുമ്പോൾ കൈയടിച്ചാൽ എനിക്ക് വലിയ അതിശോക്തിയില്ല. പക്ഷെ അകത്ത് കിടക്കുന്ന പിള്ളയ്ക്ക് പിടികിട്ടി നിന്റെ വായിന്ന് വരുന്ന വന്ദനം അത് വേറെ വന്ദനമാ. Because that child within her was jumping. ഈ രാത്രി ആത്മാവിനെ കാണിക്കുന്നു. നീ ചിലടത്ത് വന്ദനം പറയുമ്പോൾ അകത്ത് കിടക്കുന്ന പിള്ളയെ വരെ തുള്ളിക്കാനുള്ള ദൈവശക്തി. Amen. When you greet others, that child within you that's jumping for joy. മോളെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുവാ. പോൾ ഗോപാലകൃഷ്ണനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടവരെ കൈപൊക്കിക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. പോൾ ഗോപാലകൃഷ്ണൻ ക്രിസ്ത്യാനി അല്ലല്ലോ അല്ലേ? എൻ്റെ ആൻറ്റി വഴിയെ കൂടെ ഒരു ഉപദേശി പോയപ്പോൾ പോൾ ഗോപാലകൃഷ്ണനെ അമ്മ എങ്ങാണ്ട് കൈവച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങോട്ട് വഴിയെ കൂടെ പോയപ്പോൾ ഉപദേശി ഒരൊറ്റ നിപ്പ്, കൊച്ചിനെ ഇങ്ങോട്ട് എടുത്തു, ഒറ്റപ്പറച്ചിൽ, ദൈവമേ കാലഘട്ടത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ പ്രസംഗിക്കാൻ ഇവനെ അഭിഷേകം ചെയ്യണം. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ജോലിയെക്കാളും നിന്റെ ഡോളറേക്കാളും നിന്റെ മേലുള്ള വെളിപ്പാട് യേശുവിൻ്റെ നാമത്തിൽ നീ ആത്മാവിൽ ഒരാളെ കൈപിടിച്ചാൽ, നീ ഒരാളെ ആത്മാവിൽ കൈപിടിച്ചാൽ അവൻ തെറ്റത്തില്ല, അവൻ തെറ്റത്തില്ല, അവൻ തെറ്റത്തില്ല. ഇനി മനസ്സിലായില്ലെങ്കിൽ കൈയടിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ. നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ കൈയടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേക്കടക്കുന്ന അതോറിറ്റി അത് ഭയങ്കര അതോറിറ്റിയാ. കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. Hallelujah.
കരങ്ങൾ അടിച്ച് വെളിപ്പാടോട് മൂവ് ചെയ്യുന്ന ഒരു സഭ ഈ രാത്രി വ്യാപരിക്കട്ടെ. ഒരു ഹെവി അനോയിന്റിങ് ഈ രാത്രി ചിലവിന്റെ മേൽ വീഴുക. ഒരു ഹെവി അനോയിന്റിങ് ഈ രാത്രി ചിലവിന്റെ മേൽ വീഴുക. Let the anointing fall upon the church. സമയം പോയി. ഈ രാത്രി കണ്ണടച്ചേ. Close your eyes. എത്ര പേര് സന്തോഷമുണ്ട്? How many of you are happy tonight? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe tonight? എൻ്റെ ആൻറ്റി, നിങ്ങൾ കൈവച്ചാൽ നിന്റെ തലമുറയുടെ മേൽ അഭിഷേകം പാസ്സാകും. അപ്പം നീ കൈവച്ചാൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് ചിലവനെ കയറി പിടിക്കും. Parents, if you place your hand on your child, that spirit of revelation will move through you. യേശുവിൻ രക്തം ജയ, യേശുവിൻ രക്തം ജയം. Amen. Hallelujah. കണ്ണടച്ചോ. Close your eyes. ഒരു വാക്യം നിങ്ങൾ കേട്ടോണേ. I'm going to read a verse to you. യേശു ക്രിസ്തു നിന്റെ ആത്മാവോട് കൂടെ ഇരിക്കട്ടെ. Let the Lord Jesus Christ be with your spirit. പൗലോസ് തീമത്യോസിനോട് ഒരൊറ്റ കാര്യം പറയുക. കൊടുത്തത് $500 അല്ല, കൊടുത്തത് ബാങ്ക് ബാലൻസ് അല്ല. എഴുന്നേറ്റെന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ സ്പിരിറ്റ് നിന്റെ കൂടെ. Let the Lord Jesus Christ be with your spirit. ഞാൻ ആത്മാവി പറയുന്നു, 17 വയസ്സിൽ ഞാൻ ക്യാരി ചെയ്ത യേശുവിനെ ഇന്ന് രാത്രി ഈ ജനങ്ങളുടെ മേൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ രാത്രി നിനക്ക് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഇമ്പാർട്ടേഷനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി 17 വയസ്സ് മുതൽ എന്നെ നടത്തിയ 22 വർഷം എന്നെ ക്യാരി ചെയ്തൊരു ദൈവം ഈ രാത്രി നിനക്ക് പിടിക്കാൻ പോവാം. Jesus that's been with me for the past 22 years since I was 17 is imparting amongst you today. 55 വയസ്സോ മേലുള്ള അമ്മമാരും അപ്പന്മാരും കൈ പൊക്കിക്കേ. Those who are above 55 above ഉള്ളവർ ധൈര്യമായിട്ട് കൈ പൊക്ക്. വയസ്സൊന്നും പറഞ്ഞ നാനക്കടന്ന് കൈ പൊക്കിക്കോ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. Let me tell you a message. ഷാജിപ്പാസ്റ്റർ കൈ പൊക്കാൻ എന്നെ മടി. പോക്ക് 57 വരെ നിൽക്കുക. കണ്ടാൽ 30 ഉള്ളൂ. ഉണ്ടോ? സ്വത്രം സ്വത്രം. വീണ്ടും പൊക്കിക്കേ. നിങ്ങൾ കൈ വെക്കണം. തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾ പറ, എൻ്റെ മേൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്റെ കൂടെ ഇരിക്കട്ടെ. അതും നിന്റെ മക്കളെന്നില്ല, വഴിയെ പോകുന്ന മക്കളെ കൈ നോക്കിയിട്ട് പറ, ജീസസ് ബ്ലസ് യു എന്ന് പറ. ജീസസിന്റെ സ്പിരിറ്റ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എത്ര പേർക്ക് ഇന്ന് രാത്രി റെവലേഷൻ ഉണ്ട്? ഉപവാസത്തിന്റെ 2ാമത്തെ രാത്രി. ഓ രഹബോത്ത് ചർച്ച് ഈ രാത്രി തീരുമാനമെടുക്കട്ടെ. Amen. Hallelujah. ഇങ്ങനെ തീരുമാനമെടുക്കുന്നവർ അവരവരുടെ സ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. As you're taking your decisions, let's all stand up in your own places. ഇടത്തും വലത്തും നോക്കണ്ട. Don't look at left or right. സുവിശേഷത്തിന്റെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ ഇന്ന് രാത്രി നിൽക്കുന്നേ. Oh God, I'm desiring for a call for the ministry. റെഡിയായവരുടെ കൈ ഉയരട്ടെ. Those who are ready, raise your hands. മോനെ, ഫെയ്ത്സനാണെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും കവറിന് വേണ്ടിയാണെന്ന്. നിങ്ങൾക്കൊക്കെ ജോലിയില്ലേ? നിങ്ങൾക്കാരെയാണ് പേടിക്കേണ്ടത്? നിങ്ങൾക്കാരുടെയും കവർ വേണ്ടല്ലോ. നിങ്ങൾക്ക് യേശുവിനെ പറയാൻ പറ്റൂ. ഫെയ്ത്സണും കെ ജോൺ പാസ്റ്ററേയും അല്ലെങ്കിൽ ജോബിൻ പാസ്റ്ററെ നോക്കിയാൽ അയ്യോ ഡോളറിന് വേണ്ടി വന്നതാ. നിങ്ങൾക്ക് ഡോളർ തന്നില്ലേ? നിങ്ങൾക്ക് നല്ല ജോലിയില്ലേ? ആർ യു റെഡി ടു സേ വൺ വേർഡ് അബൌട്ട് ജീസസ്? തയ്യാറാണോ? ഞങ്ങളെ വിട്, ഞങ്ങളെ വിട്, ഞങ്ങൾ കാശിന് വേണ്ടി ആയിക്കോട്ടെ. പക്ഷേ ഈ രാത്രി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാമോ? ഐ ഹാവ് എവരിത്തിങ്. ഐ ഹാവ് ഗുഡ് ജോബ്, ഐ ഹാവ് ഗുഡ് ഹൗസ്, ഐ ഹാവ് ഗുഡ് വെഹിക്കിൾ. ഈ നന്മ തരുന്നത് ചുമ്മാ അത് ചുറ്റിയടിച്ച് കറങ്ങി ഉറങ്ങാനല്ല, നീ യേശുവിനെ പറ്റി പ്രസംഗിക്കാനാ. ഇന്ന് രാത്രി അങ്ങനെ വെളിപ്പാടുള്ളവർ കൈവക്കണം. ഇത് 20ാം ദിവസമല്ല സമർപ്പിക്കേണ്ടത്. ഉപവാസത്തിൻ്റെ 2ാം ദിവസം മുതൽ 1ാം ദിവസം മുതൽ ആദ്യ സെക്ഷനിൽ പോലെ ദൈവം മൂവി എന്ന് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. ഈ രാത്രിയിൽ ഈ ഉപവാസം വെറുതെ നിൽക്കത്തില്ല. ഇത് ഫയറിൽ നിന്ന് ഫയറിലേക്ക് പോകാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ മൂഡ് മാറാൻ പോകുക. ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ശൈലി മാറാൻ പോകുക. ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ മാറാൻ പോകുക.